നമസ്കാരം. വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. താന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 1 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് തിരൂർ താലൂക്ക് പ്രസിഡന്റ് ലത്തീഫ് പറവണ്ണ പറഞ്ഞു. തിരൂർ നഗരത്തിൽ വൈദ്യുതി വിതരണത്തിന് UG കേബിളുകളാക്കിയേക്കും. സാധ്യതാ പഠനം നടത്തി പദ്ധതി നടപ്പിൽ വരുത്താമെന്ന് വൈദ്യുതി വകുപ്പ് തിരൂർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. കേരളത്തിൽ വരാൻ പോകുന്നത് കേരളത്തിന്റെ ദിശ മാറ്റുന്ന തെരഞ്ഞെടുപ്പെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ മക്കളും ആരാധകരും ചേർന്ന് നടത്തുന്ന കവിയുടെ കാൽപ്പാടുകൾ തേടിയുള്ള യാത്രാസംഘം തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ചു. കൊല്ലങ്കോടും പട്ടാമ്പിയും സന്ദർശിച്ച ശേഷമാണ് സംഘം തുഞ്ചൻ പറമ്പിൽ എത്തിയത്. പലസ്തീൻ ജനതയോടുള്ള ഇസ്രായേലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. താന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനിൽ നിന്നും സ്ഥലം മാറി ഇറങ്ങി തിരിച്ചു കയറുന്നതിനിടെ അബദ്ധത്തിൽ ട്രാക്കിൽ വീഴുകയായിരുന്നു. കാലറ്റ നിലയിൽ കണ്ട വയോധികനെ TDRF വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. വെട്ടൻ ന്യൂസ് താന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 1 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് തിരൂർ താലൂക്ക് പ്രസിഡന്റ് ലത്തീഫ് പറവണ്ണ പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1 മുതൽ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് വലിയൊരു സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, ഒരുപാട് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ ഈ കേരളത്തിൽ 24 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹ സമരങ്ങളും ജില്ലാ ആസ്ഥാനത്ത് സമരങ്ങളും താലൂക്ക് ആസ്ഥാനത്ത് സമരങ്ങളുമായി റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോയതാണ്. അന്നെല്ലാം വളരെ തുച്ഛമായ പല വാഗ്ദാനങ്ങളും ഇതിൻ്റെ അധികാരികളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് കേൾക്കുകയുണ്ടായി. ഇന്ന് തരാം, നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേതന പാക്കേജ് നീട്ടി കൊണ്ടുപോയി ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നത് വരെ ഇതിന് വേതനം കൊടുക്കരുത് എന്നുള്ളൊരു തിട്ടൂര മനോഭാവമാണ് ഈ ഗവൺമെന്റിന്റെ അടുത്ത് നിന്നുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേതനം വർദ്ധിപ്പിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് 2 വർഷം MLA ആയി ഇരുന്ന ആളുകൾക്ക് പോലും പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിലുള്ളത്. അപ്പോൾ 50 വർഷക്കാലം ഈ റേഷൻ വിതരണ രംഗത്ത് മുന്നോട്ട് പോയ ആളുകൾ 70 വയസ്സ് ആയതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യവും കൊടുക്കാതെ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഈ മനോഭാവം ഞങ്ങൾ വലിയൊരു പ്രതിഷേധത്തിനാണ് കളമൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിച്ച് തരാതല്ലാതെ ഞങ്ങൾക്ക് ഈ റേഷൻ വ്യാപാരവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ശക്തമായ ഈ നവംബർ 1 മുതൽ ഞങ്ങൾക്ക് ഈ വേതനം വർദ്ധിപ്പിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ കടകൾ അടച്ചുകൊണ്ട് യാതൊരു നിവൃത്തിയും ഞങ്ങൾ മുന്നിലില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങളുടെ സമരം കണ്ട് കനിഞ്ഞ് ഞങ്ങളുടെ വേതനം അനുവദിച്ച് തരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരൂർ നഗരത്തിൽ വൈദ്യുതി വിതരണത്തിന് മുകളിലൂടെ പോകുന്ന ലോഹകമ്പികൾ ഒഴിവാക്കി അണ്ടർഗ്രൗണ്ട് കേബിളുകൾ ആക്കണം എന്ന് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി വിളിച്ച യോഗത്തിൽ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സാധ്യതാ പഠനം നടത്തി പദ്ധതി നടപ്പിൽ വരുത്താമെന്ന് വൈദ്യുതി വകുപ്പ് തിരൂർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു.
വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ച യോഗത്തിൽ തിരൂർ നഗരത്തിൽ വൈദ്യുത വിതരണത്തിന് UG കേബിളുകളാക്കൽ, തിരുനാവായയിലെ സബ്സ്റ്റേഷന്റെ ശേഷി 33-ൽ നിന്ന് 66 kV ആയി ഉയർത്താനും, വെങ്ങാലൂർ 220 kV സബ്സ്റ്റേഷന്റെ പണി ത്വരിതഗതിയിൽ പൂർത്തിയാക്കൽ, മലപ്പുറം പാക്കേജിൽ ഉൾപ്പെടുത്തി എടരിക്കോട് കൽപ്പകഞ്ചേരി വൈദ്യുത ലൈനിൽ കവേർഡ് കണ്ടക്ടർ സ്ഥാപിക്കൽ, വൈരങ്കോട് ക്ഷേത്രോത്സവ കാളവരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരം വൈദ്യുതി വിച്ഛേദിക്കുന്നത് ഒഴിവാക്കാൻ ABC കേബിളുകൾ സ്ഥാപിക്കൽ എന്നീ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങളും MLA യോഗത്തിൽ ഉന്നയിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. കേരളത്തിൽ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളും കേരളത്തിന്റെ ദിശ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും 7 ദശകങ്ങളായി ഇരുമുന്നണികളും കേരളം മാറി ഭരിച്ചിട്ടും വികസനം എന്നത് തൊട്ടു തേണ്ടിയിട്ടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തമായി ഒരു നേട്ടം പറയാൻ പോലുമില്ലാത്ത സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ നടത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ കഴിഞ്ഞ 7 ദശകങ്ങളായി കേരളത്തെ ഭരിച്ചിട്ടും വികസിത കേരളം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അനീഷ് കുമാർ, സഹപ്രഭാരി T ഹരിദാസ്, മേഖലാ പ്രസിഡന്റ് K നാരായണൻ, മേഖലാ ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, K ജനചന്ദ്രൻ മാസ്റ്റർ, ശങ്കുട്ടി ദാസ്, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N അനിൽകുമാർ, PC നാരായണൻ, T പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ മക്കളും ആരാധകരും ഒത്തുചേർന്ന് കവിയുടെ ജന്മസ്ഥലമായ കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കോത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക യാത്രാ സംഘം തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ചു. കവിയുടെ മകൾ V ലീല അമ്മാൾ, മകൻ V രവീന്ദ്രൻ നായർ, പേരമക്കളും ഉൾപ്പെടെ നിരവധി പേർ യാത്രാസംഘത്തിൽ ഉണ്ടായി. കവിയുടെ കാൽപ്പാടുകൾ തേടിയുള്ള യാത്രാസംഘത്തിൽ മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ മകൾ V ലീല അമ്മാൾ, മകൻ V രവീന്ദ്രൻ നായർ, കവിയുടെ പേരമക്കളായ അരുൾ, ജയശ്രീ, കവി മാധവൻ പുറച്ചേരി, U ശശിമേനോൻ, ഉഷ ശശിമേനോൻ, ആനന്ദകൃഷ്ണൻ എടച്ചേരി, CM ബാലകൃഷ്ണൻ, പൂമണി തുടങ്ങി 25 പേരാണ് യാത്രാസംഘത്തിലുള്ളത്. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരായ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തോടുള്ള ആദരസൂചകമായിട്ടാണ് യാത്രയ്ക്ക് കവിയുടെ കാൽപ്പാടുകൾ തേടിയെന്ന് പേര് കൊടുത്തിരിക്കുന്നത്. കവിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നതും ദീർഘകാലം ജീവിച്ചതുമായ കൊല്ലങ്കോടും പട്ടാമ്പിയും സന്ദർശിച്ച ശേഷമാണ് സംഘം തുഞ്ചൻപറമ്പിലെത്തിയത്. മഹാകവി P കേരളീയ ഭൂപ്രകൃതിയുടെ ഇന്ത്യൻ ദാർശനിക തലത്തിന്റെ അങ്ങനെ സമസ്ത കേരളം എന്നല്ല സമസ്ത ഭാരതം PO ആയ ഒരു കവി കൂടിയാണ്. കാളിദാസ കാവ്യ ഭൂമികയിൽ നിന്ന് തുടങ്ങി മലയാളത്തില് തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും എല്ലാം ചേർന്ന ഒരു കാവ്യ പ്രവാഹത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മലയാളത്തിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് നിന്ന് P നടത്തിയ അലച്ചിലുള്ള ഓരോ കേന്ദ്രങ്ങളുമാണ് ഈ മഹാകവിയുടെ കാൽപ്പാടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ സന്ദർശിച്ചത്. അത് കൂടാളി ഹൈസ്കൂൾ തൊട്ട് യാത്ര ആരംഭിച്ചു. കൂടാളി ഹൈസ്കൂള് P ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത വിദ്യാലയമാണ്. അവിടെ നിന്ന് Pയുടെ പ്രണയം പൊട്ടി മുളച്ച പൊന്മുള എന്നുള്ള സ്ഥലത്ത്, അവിടെ നിന്നാണ് കുഞ്ഞലക്ഷ്മി, അവിടെ Pയുടെ പ്രണയകാലം അനുഭവിച്ച ഒരു സ്ഥലമാണ്. അവിടെ പോയി അവിടെ പോകുമ്പോൾ Pയുടെ 2 മക്കളോടൊപ്പം പോകുന്നത്. രവിയേട്ടൻ, Pയുടെ ഏക മകൻ രവിയേട്ടൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ലീലേച്ചി ഉണ്ട്. ഇവർ 2 പേരും അവിടെ എത്തി. പൊന്മുള അവരുടെ നാടുകൂടിയാണ്. നാട് എന്ന് പറയുമ്പോഴും അവരവിടെ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ, പിന്നീട് വെള്ളിക്കോത്തേക്ക് വന്നു. P ഇടപെട്ട മനുഷ്യര്, Pയുടെ അനുഭവങ്ങള്, P തൊട്ട് മണത്ത ഇടങ്ങള് മുഴുവൻ ചെറിയ സമയത്തിനുള്ളിൽ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് Pയുടെ കവിതയിലൂടെയുള്ള യാത്ര കൂടിയാണ്. TT വാസുദേവൻ, മുരളീധരൻ വഴുതക്കാട്, അഡ്വക്കേറ്റ് വിക്രംകുമാർ, ശൈലജ വെന്നിയൂർ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് P കുഞ്ഞിരാമൻ നായർ അനുസ്മരണവും കാവ്യാലാപനവും നടന്നു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.